വകുപ്പുകൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെയും റവന്യൂ ജലവൈദ്യുതി വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ എംഎൽഎ എൽദോസ് പി കുന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. എംഎൽഎയുടെ അധ്യക്ഷതയിൽ എംഎൽഎ ഓഫീസിലാണ് യോഗം ചേർന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റ് റോഡ് വർക്കുകളായ പെരുമ്പാവൂർ കൂവപ്പടി റോഡിൽ വാച്ചാൽപ്പാടം ഭാഗത്തെ എർത്ത് ഫില്ലിംഗ് നടക്കുന്നതായി PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തോട്ടുവ നമ്പള്ളി റോഡിന് സാങ്കേതിക അനുമതി ലഭിച്ചതായും പെരുമ്പാവൂർ രായമംഗലം റോഡ് ശബരിമല ഫെസ്റ്റിവൽ വർക്കിൽ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചതായും MLA പറഞ്ഞു. നിയോജകമണ്ഡലത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് ഇന്ന് നടത്തുകയുണ്ടായി. വളരെയധികം വികസന കാര്യങ്ങളാണ് പെരുമ്പാവൂർ മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പൊതുവായ പദ്ധതിയിലൂടെ ബഡ്ജറ്റ് വർക്കുകളിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത്. അതിലിപ്പോൾ നിർമ്മാണം നടക്കുന്ന പെരുമ്പാവൂർ കൂവപ്പടി റോഡുമായി ബന്ധപ്പെട്ട റിവ്യൂ നടത്തുകയുണ്ടായി. അത് മഴ കാരണം മണ്ണ് ഫില്ല് ചെയ്യാനും മണ്ണിൻ്റെ ഘടന പരിശോധിക്കാനുമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ശക്തമായ മഴ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം അവിടെയുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് മറ്റു നടപടികൾ നടത്തി വാച്ചാൽപ്പാടം പോകുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയൊരു വഴി നമ്പള്ളി തോട്ടുവ വഴിക്ക് 5 കോടി രൂപയുടെ TS ലഭ്യമായി ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. ആ റോഡ് BMC നിലവാരത്തിൽ പണി നടത്തും. കൂടാതെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട് നവോത്ഥാന സദസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ മണ്ഡലങ്ങളിലും 7 കോടി രൂപയുടെ പദ്ധതികൾ വരുന്നുണ്ട്. അത് ഈ തവണ ആ 7 കോടി രൂപ വലിയകുളം ശാലയും ഊട്ടിമറ്റം റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ശബരിമല പാക്കേജിൽ വരുന്ന 5 കോടി രൂപ പെരുമ്പാവൂർ രായമംഗലം റോഡിൽ KSRTC ഓൾഡ് മോട്ടോർ റോഡിലേക്ക് അത് 5 കോടി രൂപയുടെ പദ്ധതി സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പാലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പൂപ്പാനി പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് റെഡിയാക്കണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. 4.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് മുടക്കട പഞ്ചായത്തിലെ അകനാട് 4 പാലവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത്. കൂടാതെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് PKV റോഡിലുള്ള പോണംകുഴി കടവ് പാലം. ആ PKV റോഡിലെ പാലത്തിന് ഏകദേശം 1,40,00,000 രൂപയാണ് പോണേക്കാവ് പാലത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ചെങ്കിലും അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റം വരുത്തിയപ്പോൾ ഏകദേശം 1,60,00,000 രൂപയോളം അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഡിസൈനിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് ആ തുക കൂടി അനുവദിച്ച് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാണേലി മൂവാറ്റുപുഴ റോഡ് ഓടക്കാലി വഴി പോകുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അത് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ടൈലിട്ട് മാറ്റിയെങ്കിലും മഴ മൂലം വീണ്ടും പണി നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വളരെ മോശപ്പെട്ട ഭാഗങ്ങളിൽ അടിയന്തരമായിട്ട് അതിന് ടൈൽ വിരിക്കാൻ വേണ്ട നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അനുവദിച്ചിട്ട് 2 കോടി രൂപ നമ്മുടെ പെരുമ്പാവൂർ സുഭാഷ് മൈതാനിയിൽ 2 കോടി രൂപയുടെ പാർക്ക് നിർമ്മാണമുണ്ട്. അതിൻ്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ 3 കോടി രൂപയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയും. നമ്മുടെ ഡബിൾ പാലം കീഴളം ഡബിൾ പാലത്തിന് 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. വാട്ടർ അതോറിറ്റിയുടെ അമൃത പദ്ധതിയിൽപ്പെട്ട ഭാഗത്ത് ഇന്ന് മുതൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഔഷധി ജംഗ്ഷൻ മുതൽ ഭജനപടം വരെയുള്ള ഭാഗത്ത് റോഡ് പൊളിച്ച് പൈപ്പിടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് 7 ദിവസം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തും. അത് രാത്രി കാലങ്ങളിലാണ് അവിടെ നിർമ്മാണം നടത്തുക. അതോടൊപ്പം KICB വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇനിയും കുറേ വ്യക്തത വരാനുണ്ട്. നമ്മുടെ വെങ്ങോല പഞ്ചായത്തിലേക്ക് പോകുന്ന റോഡ് പൊളിച്ച് അവിടെ വാട്ടർ അതോറിറ്റി പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൽ നിന്നൊരു അടിയന്തരമായ നിർദ്ദേശം ലഭ്യമാക്കേണ്ടതുണ്ട്. ഒരു ഉത്തരവിൻ്റെ തന്നെ ആവശ്യമുണ്ട്. നിയമസഭയിൽ ആ കാര്യം ഞാൻ അവതരിപ്പിച്ചതാണ്. ഗവൺമെൻറ്റിന് ഇതുവരെ ഉത്തരവായിട്ടില്ല. മന്ത്രിയെ ഒന്നുകൂടി നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശമാണ് ഞാനിപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നൽകിയിട്ടുള്ളത്. ഓരോ MLA-മാർക്കും അനുവദിച്ചിട്ടുള്ള നവകേരള സദസ്സ് ഫണ്ട് ഉപയോഗിച്ച് ഓണംകുളം ഊട്ടിമറ്റം റോഡിന്റെ നവീകരണത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും നിലവിലുള്ള റോഡ് മെയിൻ്റനൻസ് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി കേടുപാടുകൾ തീർക്കുമെന്നും കുറുപ്പുംപടിയെ കുറിച്ചിലക്കോട് റോഡുമായി ഈ മാസം BM&BC ചെയ്യുമെന്നും അറിയിച്ചു.
മൂവാറ്റുപുഴ ഓടക്കാലി വഴിയിലേക്കുള്ള റോഡ് ടാറിംഗ് ജോലികളിലേക്ക് കടക്കുകയാണെന്നും അവലോകന യോഗത്തെ തുടർന്ന് അറിയിച്ചു. വിവിധ ഡിവിഷനുകളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.